പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കുറേ തവളകൾ നടക്കാനിറങ്ങി. അതിൽ 2 തവളകൾ കുഴിയിൽ വീണു. ഒരെണ്ണം വളരെ പ്രായമുള്ള തവളയായിരുന്നു. കരയിൽ നിന്ന തവളകൾ പറയുവാൻ തുടങ്ങി, കയറുവാൻ ശ്രമിക്കേണ്ട, നിങ്ങൾക്ക് ഇനിയും തിരിച്ചു വരവില്ല, മരിക്കുവാൻ ഒരുങ്ങിക്കൊള്ളൂ. കുഴിയിലെ തവളകൾ ചാടി കയറുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കരയിലെ തവളകൾ അവരെ പരിഹസിച്ചു ചിരിക്കുവാൻ തുടങ്ങി. അവർ ആർത്താർത്ത് ചിരിക്കുവാൻ തുടങ്ങി. കുഴിയിലെ തവളകൾ വീണ്ടും ശ്രമങ്ങൾ തുടർന്നു. അതിലെ ഇളയ തവള നിരാശനായി മരിച്ചു വീണു. പ്രായമുള്ള തവള വീണ്ടും ശ്രമം തുടർന്നു. ഒടുവിൽ കരയ്ക്ക് കയറി. പരിഹാസികളായ തവളകൾ ചോദിച്ചു, ഞങ്ങൾ ഇത്ര പേർ പരിഹസിച്ചിട്ടും നിനക്കെങ്ങനെ ഇത് സാധിച്ചു? പ്രായമുള്ള തവള പറഞ്ഞു, എനിക്ക് പ്രായമുള്ളതിനാൽ കേൾവി കുറവാണ്. നിങ്ങൾ എന്നെ പരിഹസിക്കുക ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്ത് നിങ്ങൾ എന്നെ വെളിയിൽ വരുവാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന്. പരിഹാസികൾ എന്നും പരിഹസിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് വേറെ ഒരു പണിയുമില്ല. പരിഹാസമല്ലാതെ മറ്റൊരു പണിയും നല്ലതായി ചെയ്യുവാൻ അവർക്കറിയില്ല. അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുവാൻ ചെവി അടയ്ക്കുന്നതാണ് ബുദ്ധി. ഓർക്കുക, വാക്കുകൾക്ക് മറ്റൊരാളെ നശിപ്പിക്കുവാൻ ശേഷിയുണ്ട്. ആരെയും വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നാം ആരെയും കൊല്ലരുത്. ആകയാൽ കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് ചെവി അടഞ്ഞിരിക്കട്ടെ. ഹാവ് എ ഗുഡ് ഡേ.